വിഷുവിന്റെ വരവറിയിച്ച് നാടാകെ കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. സ്വർണ്ണ നിറമാർന്ന ഈ കർണികാരം തന്നെയാണ് വിഷുവിനെ വർണ്ണാഭമാക്കുന്നതും. ഉരുകുന്ന വേനലിലും ചിരി തൂവുകയാണ് കൊന്നപ്പൂക്കൾ. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ഫലമൂലാദികൾക്കൊപ്പം മഞ്ഞയിൽ പൊന്നഴക് വിരിയിക്കുന്ന കൊന്നപ്പൂ കൂടി ചേർന്നാലേ മലയാളികളുടെ വിഷുക്കണി പൂർണ്ണമാകൂ. ഇത്തവണ മേടപ്പുലരിക്കും വളരെ മുമ്പ് തന്നെ കണിക്കൊന്നകൾ പൂത്തുലഞ്ഞ കാഴ്ചയുടെ വർണ്ണവസന്തം വിരിയിച്ചിരുന്നു. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനമാണ് ഈ വർഷം മാർച്ച് ആരംഭത്തിൽ തന്നെ കൊന്നകൾ പൂക്കുവാൻ കാരണം. എങ്കിലും മീനമാസത്തിലെ എരിയുന്ന വെയിലിലും പറമ്പുകളിലും പാതയോരങ്ങളിലുമെല്ലാം ചിരി തൂകി നിൽക്കുകയാണ് ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊൻപൂക്കൾ. ഇലകളെ പോലും വിസ്മൃതിയിലാക്കുന്ന സമൃദ്ധിയുടെ മനോഹര കാഴ്ചകൾ. കാലം മാറിയതോടെ കണിക്കുന്നയും ഒരു കച്ചവട വസ്തുവായി മാറി. വിഷുത്തലേന്നാൾ ഇവ ചെറുകെട്ടുകളാക്കി പലയിടങ്ങളിലും വിൽപ്പനയ്ക്ക് വെക്കുന്നത് ഇപ്പോൾ സാധാരണ കാഴ്ചയാണ്. ഇന്ത്യ, ശ്രീലങ്ക, മ്യാൻമാർ എന്നിവിടങ്ങളിൽ വളരുന്ന ചെറുവൃക്ഷമാണ് ആംഗലേയ ഭാഷയിൽ ഗോൾഡൻ ഷവർ ട്രീ എന്ന് വിളിക്കുന്ന കണിക്കുന്ന. ലെഗുമിനോസ അഥവാ ഫാബേഷിയ കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല എന്നാണ്. കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പമെന്ന പ്രത്യേകതയും പെരുമയും ഈ പൂവിനുണ്ട്. മലയാളത്തിന്റെ വിഷുവിനെ വർണ്ണാഭമാക്കാൻ 2 നാൾ മുമ്പേ തന്നെ കൊന്നപ്പൂക്കൾ ഇതര ദേശങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും കയറ്റി അയക്കുന്നു. സംസ്കൃതത്തിൽ കർണികാരം, ദീർഘഫല, രാജവൃക്ഷ, അരഗ്വത, നൃപേന്ദ്രം, ശ്വാമാം എന്നൊക്കെ പേരുള്ള കണിക്കൊന്നപ്പൂക്കളെ ഹിന്ദിയിൽ അമലദാസ് എന്നും ആരഗ്വതമു, കൊന്ത്രക്കായ് എന്നൊക്കെ തെലുങ്കിലും സോണ്ടൽ, സുൻസലി എന്നൊക്കെ ബംഗാളിയിലും വിളിക്കുന്നു. തമിഴിൽ കൊന്നൈ എന്ന് തന്നെയാണ് പേര്. കേരളീയർ പുതുവർഷാരംഭത്തിൽ കണി കണ്ടുണരുന്ന പൂക്കളായതിനാലാണ് ഇതിന് കണിക്കൊന്ന എന്ന പേര് വന്നത്. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളുമുള്ള കണിക്കൊന്ന പൂക്കൾ വിഷുവിന്റെ വരവിളിയും വിളംബരവുമായി കണ്ണിനും കരളിനും കുളിരേകി നാടാകെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.